ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഫ്യൂരിയസിൻ്റെ റിവ്യൂ ആദ്യം എനിക്ക് പറയാനുള്ളത് നെഗറ്റീവാണ്. കാരണം പോസിറ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും ഓബ്വിയസ്ലി ആക്ഷനാണ്. സോ നെഗറ്റീവ് ഈസ് ദ സ്റ്റോറി. യാ, സ്റ്റോറിയാണ് നെഗറ്റീവ്. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഈ സ്റ്റോറി ഈ സർവീസ് ഫോർ ദി ആക്ഷന് വേണ്ടിയുള്ള സ്റ്റോറി മാത്രമേ ഉള്ളൂ ഈ പടത്തിൽ. ലൈക്ക് എനിക്ക് 4 പേരെ തമ്മിൽ ഇടിപ്പിക്കണം, അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കഥ ഉണ്ടായാലല്ലേ അവർ തമ്മിൽ ഇടിപ്പിക്കുന്നതിൽ മേക്ക് സെൻസ്. വൈ ദേ ആർ ഫൈറ്റിംഗ് നീഡ്സ് ടു മേക്ക് സെൻസ് അല്ലേ? അപ്പം അതിന് വേണ്ടിയുള്ള സ്റ്റോറിയാണ് ഇതിനുള്ളത്. സോ ഓബ്വിയസ്ലി ഈ അച്ഛൻ എന്ന് പറയുന്നത് തൻ്റെ മോളെ നഷ്ടപ്പെടുത്തുകയാണ്. കാരണം ഒരു ഡ്രഗ് കാർട്ടൽ മോളെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ എല്ലാവരും കൂടി അങ്ങോട്ട് വിരകണയാണ്. അതാണ് ബേസിക്കലി സ്റ്റോറി. അപ്പോൾ പുള്ളിക്കൊരു റീസൺ ആയാലും ഒരു സ്ട്രോങ് റീസണായി, എൻ്റെ മോളെ കാണാതെ മോൾക്ക് വേണ്ടി ഞാൻ ഏത് ദൂരം വരെയും പോകും, എത്ര നേരം വേണമെങ്കിലും കൊല്ലും. ആൾക്കാർ വളരെ ജസ്റ്റിഫൈഡ് ആണ് ആ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയിലാണ് എന്തിനാണ് കൊടുത്തത്? ടു ജസ്റ്റിഫൈ ദി ലോട്ട് ഓഫ് പീപ്പിൾ ഹീസ് ഗോയിങ് ടു കിൽ ആൻഡ് ബുച്ചർ ചെയ്ത് കളയും. എൻ്റെ പൊന്നോ, കയ്യും കണക്കൂല എത്ര പേരെയാണ് കൊന്നതെന്നുള്ളത്. മെജോറിറ്റി ഓഫ് ദി ഒരു 10-200 പേര്, എന്ത് ജോൺ വിക്ക് 10-200 എങ്കിലും കൊന്നിട്ടുണ്ടാവും. അതും ചകചകാന്ന്. അതും ഇങ്ങേരാണെങ്കിൽ ആകെ ഇത്രേ ഉള്ളൂ. കൊല്ലണ ആൾക്കാരൊക്കെ കയ്യും കണക്കൂല. ആൻഡ് ഹീസ് മ്യൂട്ട്. പുള്ളിക്ക് സംസാരിക്കാൻ അറിയില്ല. എന്നാലും പുള്ളി അടിക്കണോ, അടിയുണ്ട്. എൻ്റെ പൊന്നോ, ആൾക്കാരുടെ മേളിൽ കയറിയൊക്കെ അടിക്കണം. പുള്ളിയും പുള്ളിയുടെ കൂട്ടുകാരനും ഒരു സെപ്പറേറ്റ് സ്റ്റോറി ലൈൻ ഉണ്ട്. അതും പുള്ളിക്കും ഒരു റീസൺ വേണമല്ലോ അതല്ലേ. അതുകൊണ്ട് അപ്പോൾ ഓബ്വിയസ്ലി ആക്ഷനാണ് ഇതിൻ്റെ മെയിൻ. ഫുൾ ഓൺ ആക്ഷനാണ്. ഒരു റെയ്ഡ് കണ്ടിട്ടുണ്ടെങ്കിൽ റെയ്ഡ് കാണണം, നിങ്ങൾ കാണണം. റെയ്ഡും ഇതും ഒരമ്മ പെറ്റ മക്കളാണ്. റെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതും ഇഷ്ടപ്പെടും. എനിക്ക് റെയ്ഡിനോട് കുറച്ച് സോഫ്റ്റ് കോർണർ ഉണ്ട്. സോ ഐ വുഡ് ചൂസ് റെയ്ഡ്. ബട്ട് ഇതെനിക്ക് നൈറ്റ് ദ കംസ് ഫോറസ്റ്റ് എന്നുള്ള സിനിമയിൽ അതേപോലെയൊക്കെ തന്നെയാണ് ഈ പടവും. ഫുൾ ഓൺ ആക്ഷനാണ്. വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഹൈലി കോറിയോഗ്രാഫ് ചെയ്ത ആക്ഷനാണ്. അതാണ് അടുത്ത നെഗറ്റീവ്. ഇറ്റ്സ് എ പോസിറ്റീവ് ആൻഡ് എ നെഗറ്റീവ്. ഒരു ഹൈലി കോറിയോഗ്രാഫ്ഡ് ആക്ഷൻ ആണെങ്കിൽ അതിനെ കണ്ടിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അത് അത്ര ഫീൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ പ്രോബ്ലം വരുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ ഒരു ഫൈറ്റ് ഉണ്ട്, ക്യാപ്പും വിന്റർ സോൾജിയറും തമ്മിൽ. അത് ഇപ്പോഴും ഞാൻ ഇരുന്ന് കാണാറുണ്ട്. അതിൻ്റെ ഫൈറ്റിൻ്റെ ഒരു അടിപൊളി എന്ന് പറയുന്നത് ആ കഥാപാത്രം നമുക്കറിയാം, അവർ തമ്മിലുള്ള ഇമോഷൻസ് അറിയാം. അത് കാരണം അവർ ആസ് എ പേഴ്സൺ എങ്ങനെയാണ് അതിനെ പോലെ ഇരിക്കും അവർ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇയാളെ എങ്ങനത്തെ ആളാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇയാൾ ഫൈറ്റ് ചെയ്യുന്നത് ഇസ് ഓബ്വിയസ്ലി ഇസ് എ കൊറിയോഗ്രഫി. ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റേഴ്സിനുള്ള ഒരു കൊറിയോഗ്രഫിയാണ്. അപ്പോൾ ഈ കൊറിയോഗ്രഫി കാണുമ്പോൾ ഒരു ഡാൻസ് പെർഫോമൻസ് കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ യു ക്യാൻ അപ്രീഷിയേറ്റ് ദ ഡാൻസ് ബട്ട് യു ഡോണ്ട് ഫീൽ ഇറ്റ്. You don't feel the story, you don't feel the characters, you just feel like you're watching. നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു നല്ല കോറിയോഗ്രാഫ് ചെയ്തൊരു ഡാൻസ് അല്ലെങ്കിൽ കോറിയോഗ്രാഫ് ചെയ്തൊരു ഫൈറ്റ്, അതാണ് നിങ്ങൾ കാണുന്നത്. സോ അതിൽ നിങ്ങൾക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം, ബട്ട് അത് ഇത്ര മനസ്സിലേക്ക് അങ്ങനെ പിടിക്കില്ല. സോ ഞാൻ ഫുൾ പടം വാച്ച് ചെയ്തത് ഇങ്ങനെയാണ്. ഇറ്റ്സ് ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് ഗുഡ്, ബട്ട് ഇറ്റ്സ് കൊറിയോഗ്രഫി ഒരു ചെറിയ നെഗറ്റീവ് കൂടിയാണ്, അതും ഒരു പോസിറ്റീവ് കൂടിയാണ്. ബിക്കോസ് ഇറ്റ്സ് എ വെൽ കൊറിയോഗ്രാഫ്ഡ് അടിപൊളി ആക്ഷൻ. ഇതുപോലത്തെ ഒരു ആക്ഷൻ പടം ലോക സിനിമയിൽ തന്നെ ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ് ഈസ് എ റിയലി ഗുഡ് തിങ്. ആൻഡ് ഇറ്റ്സ് എ ഫുൾ ഓൺ ആക്ഷൻ പടമാണ്. പക്ഷേ അതത്ര ഫീൽ ചെയ്യില്ല. ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിലെയും വിന്റർ സോൾജിയറിലെയും ഫൈറ്റ് വീണ്ടും കാണും. ബട്ട് ഇതിലെ ഫൈറ്റ് ഞാൻ വീണ്ടും കാണില്ല. ഇറ്റ്സ് എ വൺ ആൻഡ് ഡൺ ഫോർ മീ ഈ പടം. സോ ഇറ്റ്സ് എ ആവറേജ് ഫിലിം. ബട്ട് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബ് വീഡിയോയിലൊക്കെ ഒരു ആക്ഷൻ സീനായിട്ട് മാത്രം കാണാൻ പറ്റുമല്ലോ, അതുപോലെ ഈ പടം ഫുൾ ഓൺ ആക്ഷന് വേണ്ടി കാണാം. നിങ്ങൾ കഥപരമായി ഒന്നും ഫീൽ ചെയ്യാനോ അങ്ങനെ. സ്റ്റോറിയും ഭയങ്കര വീക്ക് കൂടിയാണ്. എൻഡിൽ ഈ അപ്പനെന്തോ പറയാൻ പോകുമ്പോൾ തന്നെ അവർ കട്ട് ചെയ്ത് കളയും സിനിമയിൽ. ബിക്കോസ് എനിക്കറിയാൻ പാടില്ല, 1.25 മണിക്കൂർ മതി എന്ന് തോന്നുന്ന പടം, അത് കാരണം വയ്ക്കും. സോ ഇറ്റ്സ് എ വൺ ആൻഡ് ഡൺ ഫോർ മീ, ബട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് ആക്ഷൻ പടം. ബൈ.